കേരള ഡിലൈറ്റ്സ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. അപ്പോൾ നമ്മൾ ഇറങ്ങാല്ലേ? ഓക്കെ, അപ്പോൾ ചേച്ചി കാണാം. സന്തോഷം. നാളെ എയർപോർട്ട് വരുവാണെങ്കിൽ ഞാനും വരും. നോക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയാ, പറഞ്ഞേക്കാം. ഫോട്ടോ കണ്ട് ഞങ്ങൾക്ക് ഫെമിലിയറാ, അവർക്ക് നമ്മൾ അറിഞ്ഞൂടല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. താങ്ക്സ് ഫോർ ദ ഫുഡ്. ദോശ, സാമ്പാറും അപ്പം മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ട. സന്തോഷം. ശരി, അപ്പോൾ കാണാം. എല്ലാ പ്രോജക്റ്റുകളെല്ലാം സക്സസ് ആവട്ടെ. താങ്ക് യു. ചേട്ടൻ ഇന്ന് രാവിലെ കോളേജിൽ പോകണം. ഇന്നലെ എനിക്ക് വേണ്ടി ചേട്ടൻ ഓഫ് എടുത്തു. അപ്പോൾ ഇന്ന് കോളേജിൽ പോയേ പറ്റുള്ളൂ. ചേട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ കണ്ടില്ലേ? ഇവര് ഭാര്യയും ഭർത്താവും ലൈബ്രറിയൻസ് ആണ് രണ്ടുപേരും. ഇവര് പഠിക്കുന്ന സമയത്ത് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഏത് വർഷം? 1997. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുമായിരുന്നു ആ സമയത്ത്? ലൈബ്രറി സയൻസ് ബാച്ചിലർ കോഴ്സും മാസ്റ്റർ കോഴ്സും ഒരുമിച്ചാണ്. 2 വർഷം ബാച്ചിലറും മാസ്റ്ററും ഒരുമിച്ച് പഠിച്ചു. എത്ര വർഷം? 2 ഓരോ വർഷം വീതം. അത്രേ ഉള്ളൂ. ഓ, അത് ശരി. ഇപ്പൊ അതെല്ലാം കമ്പൈൻ ചെയ്ത് ഒറ്റ കോഴ്സാക്കി 2 വർഷം. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ഇത് എടുക്കുന്നത്? BSc കഴിഞ്ഞിട്ടാണ്. അത് ശരി. പക്ഷെ ലൈബ്രറിയൻ എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ ഒരു കോളേജിലൊക്കെ. അപ്പൊ അതൊരു ലിമിറ്റഡ് ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടിയാണ് അല്ലേ? അതെ, ഇറ്റ് ഡിപ്പെൻസ്. വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെ ഏകദേശം 35-40 ലൈബ്രറിയൻസ് ഉണ്ടാകണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ലൈബ്രറീസ് ഉണ്ടാവുമല്ലോ. അതെ. ഓ, അങ്ങനെയുണ്ടല്ലേ? ചെറിയ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ചിലപ്പോൾ 1-2 പേരെ കാണും. ഓക്കെ. കോളേജുകളിൽ 1-2 പേരെ കാണും. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ ഒരു പ്രൊഫഷണൽ ലൈബ്രറിയൻ, പിന്നെ എനിക്ക് 2 സ്റ്റാഫ് ഉണ്ട്. ഞങ്ങൾ 3 പേരാണ്. ശരി. എനിക്ക് ഈ ലൈബ്രറി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ലൈബ്രറിയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോ എന്റെ ലൈഫ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈബ്രറിയിൽ നിന്നാണ്. ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയ സമയത്ത് പഠിത്തമൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ലൈബ്രറി സ്ഥിരം പോകുമായിരുന്നു. ഞാൻ എപ്പോൾ നോക്കിയാൽ ലൈബ്രറിയിലായിരുന്നു. കാരണം 2006 ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നില്ല, ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ പേഴ്സണൽ ലാപ്ടോപ്പുകളൊക്കെ വളരെ കുറവാണ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, കുട്ടികൾക്കൊക്കെയാണ് ലാപ്ടോപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ കോളേജിലെ ലൈബ്രറിയിൽ ബുക്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ കൂടെ കയറിയിട്ടേ ഇല്ല. അപ്പുറത്തൊരു 10-30 കമ്പ്യൂട്ടർ വെച്ചിട്ട് സൈബർ ലാബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. അന്നത്തെ കാലത്ത് നമുക്ക് മറ്റേ ഈ നോക്കിയുടെ പഴയ സ്വിച്ചുള്ള ഫോണും കൊണ്ട് നടക്കുന്ന സമയത്ത് 2G ഇന്റർനെറ്റും ഡയലപ്പ് ഇന്റർനെറ്റും ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നല്ല ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ്. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടറിൽ ഇരിക്കാം. അപ്പൊ അങ്ങനെ അവിടെ കമ്പ്യൂട്ടർ ലാബിൽ ഇങ്ങനെ കുത്തി ഇരുന്നാണ് ഞാൻ ബ്ലോഗിങ് എന്ന് പറഞ്ഞ എന്റെ പരിപാടി തുടങ്ങിയത്. യൂട്യൂബ് അല്ല, ബ്ലോഗ് എഴുതുന്ന പരിപാടി, പിന്നെ ഗൂഗിൾ ആഡ്സെൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പരിപാടികൾ. അങ്ങനെയാണ് ഞാൻ അതിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ 2008 ഞാൻ ആദ്യമായിട്ട് ബ്ലോഗ് തുടങ്ങുന്നു. 2010 എനിക്ക് ആദ്യമായിട്ട് ഗൂഗിളിന്റെ ഒരു $100 ചെക്ക് കിട്ടുന്നു. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു കരിയറിന്റെ ആരംഭം. അപ്പൊ അതുകൊണ്ട് ഞാൻ ലൈബ്രറി ഒരിക്കലും മറക്കൂല. അന്ന് നമ്മളിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ VPN ഉണ്ട്. VPNൽ ചില സൈറ്റുകളൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്ത് ബാൻ ചെയ്ത് വെക്കും. അപ്പൊ അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യും. അത് VPN ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യും. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈബ്രറിയൻ വന്ന് ഇത് കണ്ടുപിടിക്കും. ഈ ലൈബ്രറിയനും അതേപോലെ തന്നെ സൈബർ ലാബിന് വേറൊരുത്തനും ഉണ്ട്. അവനാണ് ഒരു മലയാളിയായിരുന്നു. അവനാണെങ്കിൽ ഉള്ള പരിപാടിയെല്ലാം നമ്മൾ ചെയ്യുന്ന ഉടായ്പെല്ലാം അവൻ അതിന്റെ അപ്പുറത്ത് ഉടായ്പ കണ്ടുപിടിക്കും. എന്നിട്ട് അവസാനം സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ സിസ്റ്റം മാറ്റി വെച്ചു. ഉടായ്പുള്ള വായിക്കുക പഠിക്കുന്നതിലുപരിയായിട്ട് ഡിജിറ്റൽ സ്കോളർഷിപ്പ് സെന്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരുപാട് സ്കിൽസ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു നല്ലൊരു ഉദാഹരണമാണ്. അത് സ്കില്ല് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാനും അതിനൊരു ഫെസിലിറ്റിയും കിട്ടുക എന്നുള്ള ഓവറോൾ ഡെവലപ്മെന്റ്. അതെ. ശരിക്കും എന്റെ കോളേജിലെ ലൈബ്രറിയാണ് എന്നെ ഇന്നാക്കിയ ഒരു മനുഷ്യനാക്കി മാറ്റിയത്. ഞാൻ അവിടെ ലൈബ്രറിയിൽ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ സ്റ്റേഡിയത്തിന്റെ മുമ്പുണ്ടായിരുന്ന ആദ്യത്തെ ആന്റിഗ്വയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇതിപ്പോ അകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോഴും ഫംഗ്ഷനിങ് ആണോ? ഇവിടെ പ്രോഗ്രാംസ്, ഈവന്റ്സ് ഒക്കെ നടക്കാം. ഈവന്റുകൾ നടക്കാറുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വന്ന് കളിച്ചിട്ടുള്ള ബ്രയൻ ലാറ 400 റൺസ് അടിച്ച സ്റ്റേഡിയമാണിത് അല്ലേ? നമ്മളിപ്പോ ശരിക്കും ഉള്ളത് ഇവിടുത്തെ സിറ്റി ഏരിയയിലാണ്. സിറ്റി ഏരിയ എന്ന് പറയുന്നത് സെയിന്റ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു പാരിഷ് ആണ്. അതായത് നമ്മുടെ നാട്ടില് നമ്മൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതേപോലെ തന്നെ കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവര് ഈ ഐലൻഡ് രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ ബർമുഡ പോയ സമയത്തും പിന്നെ ഇവിടെയും പിന്നെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച്
പാരിഷ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ അറൈവൽ കാർഡിൽ പോലും നമുക്ക് ഏത് പാരിഷിലാണ് താമസിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക. ഈ പാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പള്ളി ഇടവക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കൺട്രീസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെന്ന് തോന്നി ഈ പാരിഷ് എന്ന് പറഞ്ഞൊരു പേര് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും അല്ലേ? ആ ടെർമിനോളജി അവർ അഡോപ്റ്റ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്, പാരിഷ് എന്നുള്ളത്. അതെ അതെ. ഇപ്പം UK-ലൊക്കെ പോയി കഴിഞ്ഞാൽ കൗണ്ടി നമ്മൾ പറയില്ലേ, അപ്പൊ അതേപോലെ ശരിക്കും ഇടവക എന്നുള്ളതാണ്. അപ്പൊ ഇത് സെയിന്റ് ജോൺസ് ഇടവക. പിന്നെ വേറെ എന്തെങ്കിലും, അത് എല്ലാം ക്രിസ്ത്യൻ നെയിംസ് ആയിരിക്കും. ഞാൻ ബർമുഡ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ പാരിഷ്, അതായത് നമ്മൾ ഈ പഞ്ചായത്ത് കഴിഞ്ഞു അടുത്ത പഞ്ചായത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ ഉണ്ടല്ലേ, അതേപോലെ തന്നെ നമുക്ക് ഈ പാരിഷ് എന്ന് പറഞ്ഞൊരു സംഭവം ആണ് ഇവിടെ ഈ ഭാഗത്ത് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ബിൽഡിംഗ് ആണ്. ആന്റിഗ ആൻഡ് ബാർബുഡ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇത്രേ ഉള്ളൂ? ഇതാണോ? ആ, അത് ശരി. ഈ കാണുന്ന ചെറിയ ബിൽഡിങ്ങും ഇതിനപ്പുറത്ത് കാണുന്ന മറ്റൊരു ചെറിയ ബിൽഡിങ്ങും ഇതാണ് ഈ ചെറിയ രാജ്യത്തിന്റെ പാർലമെന്റ്. ഇതവിടെ ബോർഡുണ്ട്, പാർലമെന്റ് ഓഫ് ആന്റിഗ്വ ആൻഡ് ബാർബുഡ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഉണ്ടോ? ഇതാണ് ഇവരുടെ പാർലമെന്റ് ബിൽഡിംഗ്. കൊള്ളാലോ, ചെറിയ കുഞ്ഞു ബിൽഡിങ്. കരീബിയൻ രാജ്യമായിട്ടുള്ള ആന്റിഗ്വ ആൻഡ് ബാർബുഡയിൽ വന്നപ്പോഴത്തേക്കിനും ഞാൻ കണ്ട വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റിഗ്വ എന്നും പറഞ്ഞുകൊണ്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒരു കോളേജ് ഓഫ് മെഡിസിൻ ഉണ്ട്. ഇതൊരു പരസ്യമൊന്നുമല്ല കേട്ടോ. ആ ഒരു കോളേജ് ഓഫ് മെഡിസിൻ നമ്മുടെ വിജയകുമാർ സാർ അവിടെയാണ് ലൈബ്രറിയനാണ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വിജയകുമാർ സാർ മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന ധാരാളം ഇന്ത്യക്കാരുണ്ട്, കേരളീയരുണ്ട്, കർണാടകക്കാരുണ്ട്. ബിക്കോസ് ഈ കോളേജ് നടത്തുന്നത് നമ്മുടെ കർണാടകത്തിലുള്ള മണിപ്പാൽ യൂണിവേഴ്സിറ്റിയാണ്. അതായത് ആ കോളേജിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റിഗ്വ എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കൻസ് വന്ന് പഠിക്കുന്ന, അമേരിക്കൻസും ഇന്ത്യക്കാരും അങ്ങനെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പഠിക്കുന്ന ആ ഒരു കോളേജിൻ്റെ മുമ്പിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും അമേരിക്കൻ ഫ്ലാഗും ഒക്കെ ഇങ്ങനെ പാറി പറക്കുന്നത് കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തായിട്ട് മണിപ്പാൽ എന്ന് പറഞ്ഞിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ ഒക്കെ കാണുമ്പോൾ അതെനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. എത്ര വർഷമായി ഈ ഒരു കോളേജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇത് ഇവിടുത്തെ ക്യാമ്പസ് വന്നത് 2009-ലാണ്. ശരിക്കും 2004-ലാണ്. 2004 ആരംഭിച്ചാണ്. ശരി. മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആണോ ഇതിന്റെ കംപ്ലീറ്റ് മാനേജ്മെന്റ്? മണിപ്പാൽ യൂണിവേഴ്സിറ്റി 2008-ലോ മറ്റോ ഇത് വാങ്ങി. അതിന്റെ ടോപ്പ് മാനേജ്മെന്റ് അവരാണ്. അത് ശരി. അതെല്ലാം ഇൻഡിപെൻഡന്റ്. ഓക്കെ. ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ ഇവിടെ? ഓക്കെ. ഇവരുടെ ക്യാമ്പസിൽ കയറി വന്നു. എനിക്ക് ഒരു വിസിറ്റർ ID കാർഡൊക്കെ തന്നു, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റിഗ്വ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് എൻ്റെ ID കാർഡ് ഇവരിവിടെ വാങ്ങിച്ചു വെച്ചിട്ടാണ് എനിക്ക് ഈ വിസിറ്റർ കാർഡ് വന്നേക്കുന്നത്. ഇപ്പം ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ID കിട്ടും. ഇവിടെ എത്ര ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ടാവും ഇപ്പം? 80 ഫാക്കൽറ്റി ഉണ്ടാവും. അതിൽ 50 പേരോളം ഇന്ത്യൻ ഫാക്കൽറ്റി. ഓ, അത് ശരി. ഓക്കെ. അതായത് ഇവർ ബേസിക്കലി ഇവരുടെ ഫസ്റ്റ് 2 years ആണ് ഇവിടെ പഠിക്കുന്നത്. അതിനുശേഷം അമേരിക്ക പോയി പഠിക്കും. ബേസിക് മെഡിക്കൽ സയൻസ് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് USMLE സ്റ്റെപ്പ് 1 ക്ലിയർ ചെയ്തിട്ട് അവർ നമ്മുടെ അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ട് പല സ്റ്റേറ്റിൽ, അവിടേക്ക് പോയി ക്ലർക്ക്ഷിപ്പ് കംപ്ലീറ്റ് പഠിക്കും അല്ലേ? ഹായ്. Hi, I'm Kimon. How are you? I'm good. Nice to meet you. Sujit, famous YouTube blogger in India. I gotta go and look for you then. I can start my own blog. Yeah, you should actually. Yeah. ഞങ്ങളിപ്പോൾ ഇവരുടെ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് കയറി വന്നതാണ്. കോൺഫറൻസ് ഹാൾ എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ഈസ് റിയലി ഗുഡ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 2 വർഷമാണ് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്. അതിനുശേഷം പിന്നെ അവർ ക്ലിനിക്കൽസും ബാക്കിയുള്ളത് പഠിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. അതായത് അമേരിക്കയിൽ പോയി സെറ്റിൽ ആവാൻ പ്ലാനുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. പിന്നെ അമേരിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെയാണ് വന്ന് പഠിക്കുന്നത്. കാരണം അമേരിക്കയിലെക്കാട്ടിൽ ലാഭകരമായിട്ട് ഇവിടെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ രാജ്യങ്ങളുടെ ഗുണം. അതുകൊണ്ട് അമേരിക്കൻസ് കൂടുതൽ ഇവിടെ വന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മുടെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി വന്നിട്ട് ശരിക്കും ഇവിടെ ഇത്ര ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇവർക്ക് വേറെയൊക്കെ ഏതൊക്കെ രാജ്യത്താണ് എനിക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാം നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതൊരു ഗംഭീര ഒരു കോൺഫറൻസ് ഹാളാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കാൻ പോകുന്നതോ നടന്നു കഴിഞ്ഞാൽ എന്തോ ആണിപ്പം. ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യൻ ഫാക്കൽറ്റീസ് വന്ന് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയോ? അതായത് ഇവിടെ കരീബിയൻസിലുള്ള ഡോക്ടേഴ്സ് അവർ കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അവർ അമേരിക്കയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് ഇവിടെ തന്നെ കാട്ടി സാലറി കൂടുതൽ അമേരിക്ക കിട്ടുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് കുറവാണ്. ഇവിടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ധാരാളം ഉണ്ട് ഈ രാജ്യത്ത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പല ഫാക്കൽറ്റീസും ഇന്ത്യൻ ഫാക്കൽറ്റീസായിട്ട് വരുന്നത്. കാരണം ഇവിടുത്തെ ഫാക്കൽറ്റീസ് കിട്ടാതില്ലാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. അതായത് ഇവിടെ ജോലി സാധ്യതയ്ക്ക് ഇവിടുത്തെ ആൾക്കാരില്ലെങ്കിൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റിയും കിട്ടുകയുള്ളൂ. സോ അതാണ് ഈ ഭാഗങ്ങളിൽ സംഭവിക്കുന്നത്.
എന്തൊക്കെയല്ലേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം. It's a full commercial type Okay. that we have here. And of course, you have the separate entrance, so For the kitchen, yeah, okay. you don't have to go through your staff. ഈ ഹോളിനോട് ചേർന്ന് ഇവർക്ക് കിച്ചൺ ഉണ്ട് ഇവിടെ. അതാണ് നമുക്ക് കാണുന്നത് കിച്ചൺ. Beautiful bathroom. Okay. Yeah. I'm sure it's not very important, but some people care about it. It's okay. 5-star. അത് ഹോട്ടൽ പോലെ തന്നെ. അതെ. Yeah, it's nice. To ensure that we have superior sound, and from here, everything is Controlled. Yes. And അടിപൊളി. when we നല്ല പച്ചപ്പും ഹരിതവയും നിറഞ്ഞ ക്യാമ്പസ് അല്ലേ? ഫുൾ എവിടെ നോക്കിയാലും പച്ചപ്പാണ്. Well maintained. കൊള്ളാം കേട്ടോ. ഇതൊക്കെ ചെത്തി മിനുക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് എപ്പോഴും. ഇവിടെ നമുക്ക് USA, ഇന്ത്യ, കാനഡ, ആന്റിഗ 4 രാജ്യങ്ങളുടെ ഫ്ലാഗ് കാണാം. ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിൽ 4 ഫ്ലാഗ് ഇവിടെ വെച്ചിരിക്കുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റിഗയുടെ ലോഗോ, പിന്നെ താഴെ ഒരു ക്ലോക്ക്, പിന്നെ അതിന് താഴെ നമ്മുടെ മണിപ്പാലിൻ്റെ ലോഗോ. വീട്ടിലും ക്യാമ്പസ് കേട്ടോ. ഇവിടെ വലിയ തിരക്കും ബഹളമൊന്നുമില്ല. ഒന്നാമത് കുറച്ച് സ്റ്റുഡൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇതിവിടെ പഠിച്ചിട്ട് ബാക്കി ഇവർ അമേരിക്കയിൽ പോയി പഠിക്കും. ഇത് ശരി ഇവിടുത്തെ ഡിഗ്രി നമ്മൾ ഇന്ത്യയിൽ വാലിഡ് അല്ല. അങ്ങനൊരു സംഭവമുണ്ട്. അത് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം. അതായത് ഇവിടെ വന്നിട്ട് അതെന്താണ് അതിൻ്റെ സംഭവം, ഇവിടുത്തെ ഡിഗ്രി ഇന്ത്യയിൽ വാലിഡ് അല്ലാത്തതിൻ്റെ റീസൺ എന്താ? 4 കൊല്ലം ആയതുകൊണ്ടാ? അങ്ങനെ എന്തോ അല്ലേ? അതിൻ്റെ എന്തോ സംഭവങ്ങളുണ്ട്. അതെ. അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ വന്ന് പഠിച്ചിട്ട് ഇന്ത്യയിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ഇത് 2 രാജ്യത്തായിട്ടാണല്ലോ പഠിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഫാസിൽ ബ്രോയോട് ചോദിക്കണം. ഫാസിൽ ബ്രോയ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് പീപ്പിൾ ഫ്രം ഇന്ത്യൻ ഒറിജിൻ US സിറ്റിസൺസ് അല്ലേ, US കനേഡിയൻ സിറ്റിസൺസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്നവരുണ്ട്. അവർ ഇവിടെ വന്ന് പഠിച്ചിട്ട് പിന്നെ അവർ ബാക്കി US പോയി പഠിച്ച് US സെറ്റിൽ ആവാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഇവിടെ വരുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മെയിൻ ക്യാമ്പസ്. presentation from 65 different nations. People from 65 different countries studying here? Yes. Really? Yes. Okay. So that's one of the unique things about this campus is that you get to experience different cultures as you are early Absolutely. practitioner coming up, because if you only dealt with, let's say, Indian patients or American patients, you may not understand the culture. You may not understand that, okay, I can't say this, or I need to say it like this, or this is what they mean by when they express things like this. Okay. So where do these students go when they go to States? Like they go to which? They go to different, it's all over. They get residency at all different places. Some in New York, Miami, Texas, wherever. They get placed at different. We have a list of hospitals on our website. Okay. I think around 30-35. So that till they finish the job, till they finish the graduation, so Manipal University is taking care of them, right? So we have the Antiguan part of it, but when they go overseas, there's the US, like AUA. Oh, that's different. That is different. team is there. US team is taking care of We them. have a team in US okay. just like we have a team in Our Manipal. headquarters is in US, New York. Okay. ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഈ സംഭവം അല്ലേ? ഇതാണ് ഇവരുടെ മെയിൻ ഒരു കോളേജിൽ കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു ലോബി. സോ ദീസ് ആർ ദ ഫാക്കൽറ്റി ഓഫീസേഴ്സ്. കൊള്ളാലോ. Faculty members we have. ഓരോ ഫാക്കൽറ്റീസിന് ഇതേപോലെ ഒരു ക്യാബിൻ ഉണ്ടോ? പ്രൈവറ്റ് ക്യാബിൻ. അതുകൊള്ളാലോ പരിപാടി. ശിവകുമാർ ഗോപാലകൃഷ്ണൻ PhD. മൊത്തം ഇന്ത്യക്കാരാണല്ലോ. അമിത് രാമോസ്, പ്രൊഫസർ അനാട്ടമി, മെഡിക്കൽ ഇമേജിംഗ്. Hello. Hi, how are you? I'm not going to pronounce your name wrong. I'm Sujit, yeah. Hi. So Yeah. he's a famous Indian blogger. So he's Oh, just okay. walking around the campus doing okay. blogs and stuff. Okay. This is one of our most famous professors. Okay. He does his videos, which are quite nice. So he Oh, really? does anatomy, ultrasound. What else you do? Yeah, I'm an anatomist. Okay. So into a little bit of innovative teaching and Oh, that's things nice. like that. Yeah, just keeping occupied. Okay. His So- question before we came here: do we still use cadavers? I told him no. We have we plastinated have specimens. there Okay. that you can see. So I'll show. And some wet specimens though. But, Okay. But still, we have the cadavers, but it's been preserved through a process called as plastination. Yeah, So okay. We do have specimens though. Okay. So welcome to Antigua. Yeah, Have a nice thank you. time. Nice to meet you. Yes. Bye. Is the anatomy lab open? I wanted to show you. Yeah, I think it should be. Okay. I think Jabari will be there. Okay, thanks. I'll pass. You can take him. Okay, thank you. Alright. Bye-bye. So do you have faculties from how many countries? That's what I wouldn't know. I know we have Americans for sure. We have Indians, of Okay. course, Canadians, Okay. European, Antiguan, European, as he said. So again, the fact. Again, it's mixed. Yeah.
Srikanteshwara Vishwanath. Dr. Sri. Hi. How are you? Good morning. Sujit Bhaktan, another famous Malayalam YouTube blogger. Oh. Sujit Bhaktan, Travel Tech Eat. You might have seen. This is- Where are you from? Bangalore. Bangalore. I studied in Bangalore from 2006 to 2011. Where? Marthali. Yeah. The old airport. Yeah, near to HL, yeah. Where you studied? New Horizon College of Engineering. Okay. Yeah. Nice to meet you. You're Yeah, I just came to. covering in this part of the vlog. Yeah, of course. Nice to meet you. Nice to meet you. Yeah. All the best. Chennagidya? ಚೆನ್ನಾಗಿದೆ. Okay. See you, bye. നല്ല ഉണ്ടാവും. Yeah, okay. Thank you. ഇത് ഇവിടുത്തെ ക്ലിനിക്കൽ സ്കിൽസ് ലാബാണ്. അതായത് കുട്ടികളുടെ ബേസിക് സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ, ക്ലിനിക്കൽ സ്കിൽസ് പഠിപ്പിക്കുന്ന ലാബ്. This is our Colosseum. Oh, If okay. there are disputes, we fight to the death. I'm just kidding. Just kidding. This is an amphitheater where we have cultural events. Actually, we hosted കൊള്ളാല്ലേ? ഒരു ചെറിയൊരു. You hosted Diwali? Yeah, we celebrate Diwali every year. Okay. But one time we actually had the performance right. Oh, here. that's nice. on the climate. Yeah, it's nice. കൊള്ളാം. Yeah. It's right inside the campus. It's really good. Now we have the biggest facility, so Yeah. But this is a different ambience, right? Yes. Yeah. Sometimes they have exercise Yeah. classes. The That's true. students here. ഓ ഇതാണല്ലേ സാറിന്റെ തട്ടകം. and the library. താങ്കളുടെ ഡിപ്പാർട്ട്മെന്റ്. No, we have 3 different types of libraries. Okay. This one is the more typical library that you know. Okay, so is this And his this office? is the king. This is the emperor. Yeah. ലൈബ്രറി സാമ്രാജ്യത്തിന്റെ അധിപൻ അല്ലേ? കേറിക്കോളൂ. But you find very few books. Yeah, entering silence on. Thank you. Hi. Good morning. ഞാനിപ്പോൾ ഉള്ളത് ഇവരുടെ ലൈബ്രറിയിലാണ്. നമ്മുടെ വിജയകുമാർ സാറിൻ്റെ തട്ടകം ലൈബ്രറി. ഇതാണ് ഓഫീസ്. ഡോക്ടർ ജെ കെ വിജയകുമാർ PhD അസോസിയേറ്റ്സ് ഡീൻ ഓഫ് ലൈബ്രറി ലേണിംഗ് പ്രൊഫസർ റിസോഴ്സസ് ആൻഡ് പ്രൊഫസർ. ഇത് ഭയങ്കര വലിയ ലൈബ്രറി ആട്ടോ. ഇവിടെ കുട്ടികളൊക്കെ കിടന്നും ഇരുന്നും ചാടിയും മറിഞ്ഞും ഒക്കെയാണ് പഠിക്കുന്നത്. എന്താ പേര്? ഹാന. ഓക്കെ. ഇവിടെ വന്നതേ ഉള്ളോ? ഇല്ല, ഞാനിവിടെ ഐക്കാസ കഴിഞ്ഞു almost 3.5 years. ഓക്കെ. Yeah. So it's been a while. Remote program Uh-huh. for entering the basic medical science. Mhm. You can finish in 2 years. Right? Yes, 2 years. So she did that. It's like degree between. ഓക്കെ. Yeah. Then they can come to. So instead of doing like a 4-year ആണോ? bachelor's, 2 വർഷം. That's nice. Yeah. Surprise for you. We should make some. Yes. Yeah. Yeah, it's so nice to see you. എന്തായാലും സന്തോഷം കണ്ടതിൽ. See you. Bye. All the best. I just watched your video on the presidential suit Okay. with my cousins, and I was like, oh, this is so weird. Okay. I'm actually on a Caribbean tour, so you can watch the videos also for all the other Caribbean countries. Oh, Yeah. okay, that's nice. Good you came to AUA. Yeah. Not a lot of Malayalis here. Professors uttari undu. ഉണ്ട്. You are not knowing I'm a Malayali, right? No, I did not know you were a Malayali. Really? Yeah. It's my first time. I did not know you were a Malayali. അപ്പോൾ ഇവിടെ മലയാളി സ്റ്റുഡൻസ് വേറെ ഉണ്ടോ? I think there's like couple, 2-3 people, but ആണല്ലേ? mostly US based. US based ആണ്. Yeah, like ശരിക്കും നാട്ടിൽ നിന്ന് ഇപ്പൊ ഞങ്ങള് നാട്ടിട്ട് മാറി, പക്ഷെ ഞാൻ വളർന്നിട്ട് ഷാർജയിലാണ്. Okay. Yeah, പക്ഷെ ഇപ്പൊ അങ്ങനെ മലയാളീസ് പിള്ളേരില്ല. Very good. എല്ലാരും പാസ്സായി പോയി. Okay. Yeah, പുതുതായിട്ട് വരുന്നവരെ എനിക്ക് അറിയത്തില്ല. ശരി എന്നാലും കണ്ടേ സന്തോഷം. നൈസ്. Nice to meet ബൈ. you. Yeah. ബൈ. ഇത് ഇവരുടെ സിമുലേഷൻ റൂംസ് ആണ്. അതായത് റിയൽ പേഷ്യൻറ്റിനെ പഠിക്കുന്ന പോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ ഉള്ള പരിപാടിയാണ് ഇതുപോലെയുള്ള സിമുലേറ്റേഴ്സ്. അപ്പോൾ ഈ സിമുലേറ്റേഴ്സ് ഓരോരോ അവസ്ഥകളും അതേപോലെ തന്നെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കും. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പഠിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവരുടെ 3ാമത്തെ ലൈബ്രറിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ സംസാരിക്കുകയല്ലേ എന്ന്. ഇവിടെ സംസാരിക്കാം. അതായത് ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയുള്ള ലൈബ്രറി. ഇവിടെ 3 ലൈബ്രറി ഉണ്ട്. ഒന്ന് സാധാരണ നമ്മൾ ആദ്യം കണ്ട ലൈബ്രറി. 2 ഞാനൊരു സ്ഥലത്ത് പോയി, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് ആബ്സല്യൂട്ട് പിൻ ഡ്രോപ്പ് സൈലൻസ്. അവിടെ ആൾക്കാർ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ചിലപ്പോൾ നോയിസ് ക്യാൻസലേഷൻ പരിപാടിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം ഞാനുള്ളത് ഇവിടുത്തെ മറ്റൊരു ലൈബ്രറി. ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ, അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നൊരു ലൈബ്രറി പ്ലസ് സ്റ്റഡി റൂം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സംഭവങ്ങൾ. ഇവിടെ കുറേ കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിരിക്കുന്നുണ്ടല്ലേ. സാധാരണ നമുക്ക് അധ്യാപകരുടെ ഫോട്ടോസ് പല സ്ഥലത്ത് റിട്ടയർഡായി പോയി കഴിയുമ്പോഴത്തേക്കിനും വെക്കുന്നത് കാണാം. പക്ഷേ ഇത് ഇവിടെ പഠിച്ച അലുമിനീസ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് അവരിപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഹീസ് എ ന്യൂറോളജി റെസിഡൻറ്റ് അറ്റ് അൽബാനി മെഡിക്കൽ സെൻറ്റർ ഇൻ അൽബാനി ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ കാണുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ഇവരിങ്ങനെ ഫോട്ടോസ് വെച്ചിരിക്കുന്നുണ്ടോ ഉള്ളതല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണേ. നല്ല രസമാണ്, നല്ല വൈബുള്ള ക്യാമ്പസാണ്. ഇതിനകത്ത് ഇതുപോലെയുള്ള കുറച്ച് ചെറിയ വീടുകൾ പോലെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം. ശരിക്കും ഈ ക്യാമ്പസ് കാണുമ്പോഴത്തേക്കിന് നമ്മൾ അൽബേനിയയിൽ നമ്മുടെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ പോയത് ഓർമ്മ വരുന്നുണ്ട്. ഏകദേശം സിമിലർ സംഭവമായിരുന്നു അവിടെ പക്ഷേ സിറ്റിയുടെ റൈറ്റ് ഇൻസൈഡ് സിറ്റി ആയിരുന്നു. ഇവിടെ നമുക്ക് എയർപോർട്ടിനടുത്ത് തന്നെയാണ്, സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലാണ്. ശരിക്കും ഒരു റിസോർട്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കിന്. ആ ഒരു ആംബിയൻസ് അല്ലേ, ഒരു റിസോർട്ട് ആംബിയൻസിലുള്ള ഒരു സംഭവം. എന്തൊക്കെ പരിപാടികളല്ലേ. കോളേജുകളൊക്കെ ഓരോ രാജ്യത്ത് ഏതൊക്കെ രീതിയിലാണെന്ന് എനിക്ക് മറിഞ്ഞും വരുന്നത്, ഏതൊക്കെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്. അവിടെയൊക്കെ നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും ഉണ്ട് എന്നുള്ളതാണ്. ഇത് അനാട്ടമി ലാബ്, അൾട്രാസൗണ്ട് ലാബ്, ഇതൊക്കെ ലാബാണോ? എന്നാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് റൂമൊക്കെ പണിത് വാടകയ്ക്ക് കൊടുത്തൂടെ? അതുപോലെ നല്ല ആംബിയൻസ്. ഇത് സെൻട്രൽ റിസർച്ച് ലാബ്. അവിടെ നടുക്ക് ഒരു സ്ഥലമുണ്ട്, അവിടെ കുറേ പിള്ളേർ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും പിള്ളേർക്ക് ഇരുന്ന് പഠിക്കുവാണല്ലോ. ഭയങ്കര ഡെഡിക്കേറ്റഡ് പിള്ളേരാണല്ലേ. ഈ USMLE ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണല്ലോ. ഇത് ഇവിടുത്തെ അനാട്ടമി ലാബാണ്. താങ്ക് യു. ഇതൊക്കെ പ്രിസർവ്ഡ് സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനലാണെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് അനാട്ടമി ലാബ്, അനാട്ടമി പഠിക്കുന്ന സ്ഥലം. എനിക്ക് ഇവരുടെ ക്യാമ്പസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. എന്തല്ലേ ഇതൊക്കെ മറ്റേ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ലാബുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് എല്ലാം. ഇവരുടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പല സ്ഥലത്തും സ്റ്റുഡൻസൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ നിന്നും വന്നൊരു മിനിസ്റ്റർ നട്ട ഒരു പ്ലാന്റ് കാണിക്കാൻ വേണ്ടിയാണ്. 2024 ഹോണറബിൾ ശ്രീ പവിത്ര മാർഗരീറ്റ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ്. സോ ദീസ് ആർ ഓൾസോ ദ ടൈപ്പ് ഓഫ് റൂംസ് റൈറ്റ്. ഇവർക്ക് ഇങ്ങനെ ഒരു റൂം കൺസെപ്റ്റ് ഉണ്ട്, അതായത് സ്റ്റുഡൻസിന് വന്നിരുന്ന് പഠിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണിത്. ക്ലാസ് റൂംസിൽ നിന്നും വിഭിന്നമായിട്ട് അവർക്ക് വേറൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണിത്. ഭയങ്കര ചൂടാണ്. അത് ഈ മാസങ്ങളിൽ ഇവിടെ മഴക്കാലം വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഹ്യൂമിഡാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ വെതർ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു 25, 26, 27 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുള്ളൂ. ഒരു ചെറിയൊരു ഇളം കാറ്റും ചെറിയൊരു തണുപ്പും സെറ്റപ്പും അങ്ങനത്തെ വരുന്നൊരു വെതറുള്ള ഒരു കാലാവസ്ഥയാണിത്. നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് കയറിയിട്ട് ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ വേറെ ഭാഗത്തുള്ള ഹോസ്പിറ്റലും പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പം ഇത് വണ്ടിയിൽ പോകണം, ഇല്ലെങ്കിൽ കുറേ നടക്കണം. അത്രയും വലിയ ക്യാമ്പസാണ്. ഇവിടെ നമുക്ക് ഇതിനകത്ത് തന്നെ 2-3 ഇവിടെ ബേസിക്കലി ഇത് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ട് മാത്രമല്ല, ഇവിടെ നമുക്ക് വേറെ ഇതുപോലെയുള്ള ഫുഡ് ട്രക്കുകൾ പോലത്തെ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ അകത്ത് സബ്വേ ഒക്കെ ഉണ്ടല്ലോ, സബ്വേ ഉണ്ട്, ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ ഉണ്ടല്ലോ. ഇന്ത്യൻ അല്ലേ അത്? വെസ്റ്റ് ഇൻഡീസ് ടൈപ്പ് ആണല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് കോർട്ട് ഏരിയ ആണ് നമുക്കത് ഈ കാണുന്നത്. അപ്പോൾ അതായത് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ആളുകൾ, അവർക്ക് ബയോളജി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, ബയോളജി പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് MBBSന് പോകാം, പഠിക്കാം. ഇവിടെ വന്നിട്ട് പ്രീ മെഡ് എന്നും പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതാണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ട ആ കുട്ടി പഠിക്കുന്നത്. കുറവായിരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. മെഡിക്കൽ ഫോക്കസ്ഡ് പ്രീ മെഡ് പ്രോഗ്രാം. ഏകദേശം 10-15 ഏക്കറിന് മുകളിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. എനിക്കിവിടെ ഡ്രോൺ പറത്തി കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എയർപോർട്ടിന് സമീപമായതുകൊണ്ട് നമുക്കിവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല. അത്രയും വലിയൊരു ബിഗ് ക്യാമ്പസാണ്. ഇത് ശരിക്കും കാലാവസ്ഥ വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന സെയിം അല്ലേ. ആ ഒരു കൊച്ചിയിലെ ഹ്യൂമിഡിറ്റിയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഹരിക്കെയിൻ സിസ്റ്റം ആക്റ്റീവ് ആയതുകൊണ്ട് അതെ കുറച്ചും കൂടെ ചൂട് കൂടുതൽ. അതെ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ജിമ്മ്, പിന്നെ ഇവരുടെ ക്ലിനിക്ക്, അതൊക്കെ കാണാൻ വേണ്ടിയാണ്. ഇതാണ് ഇവരുടെ വെൽനസ് സെന്റർ. Okay, so Nice. this is what we call a clinic,
And of course, we have our lovely receptionist here to greet you when you come in and to give napkins. Okay. If you understand that. Okay. Okay, so it's basically two things in one. So you have the clinic section here, but you have the counseling section. Counseling, You know, when you ask me about the mental health of the the students. mental health of the students, etc., etc. So you have that. Okay. And give them napkins. Make sure you say and give them We're napkins. actually having the breast cancer awareness Okay. lecture for this month. So we're about to do a tabling event and sending out some promotions and stuff for that. Just come this way, please. You need to blast the AC. Yeah, I'm getting some. I'm getting some. So this is our nurses station here. This is Nurse Osborne and Hi, hi. Cheryl. Hi, hello. This Hi. guy is a famous blogger. He's featuring the campus. Yeah. Sujit, yes? Yeah, Sujit, yeah. Sujit. Sujit. Yes, Sujit. And that other gentleman from the library is the library director. Do you know him? Oh, yeah, you do. Yeah. Okay. So They don't have any relation with the library, right? Yeah, they deal with the people, students. Yeah, yeah, that's it. we're See you. taking a tour, yeah. Yeah. So this is one of our rooms here. Okay. And the other one is quite similar. So we're to see most things that a GP would see. We also have a pediatrician on board. Are you filming right now? Sometimes. Yeah. I have to watch you. Okay, so this is our doctor station. This is Dr. Lewis. Hi. sir. Hi, how are you? How are you? Pleasure. Yeah, This guy is a blogger from India. India. I'm from India. So, from India. And he's focusing on Yeah. campus and Antigua. This is Dr. Nakul. Yeah, we met already. Nice to meet you again. Yeah. So are you guys from Antigua? Yes, sir. Okay, nice. I mean, welcome. And make sure when you go down to the main campus, you pass by the Sim Lab as well. It's definitely worth Yeah, sure. a visit and a tour. Yeah. Thank you. No worries. Enjoy. How are you, sir? You actually think we went fast, right? I'm saying. എനിക്ക് ആക്ച്വലി ഇവരുടെ സംസാര രീതികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും. Yeah. So this is my office. Nothing too fancy. Let's just pass by that. I just love the color combinations Yeah? inside this. It's really good. നമ്മളിപ്പോൾ കയറിയത് ഇവിടുത്തെ കുട്ടികൾക്കുള്ള ഒരു ക്ലിനിക്കും പിന്നെ അവരുടെ വെൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറച്ച് ആൾക്കാരുടെ സ്ഥലത്തേക്കാണ്. അത് അവരുടെ ഇൻഷുറൻസിൽ കവറപ്പ് ചെയ്ത് പോകുന്ന സംഭവങ്ങളാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവരൊക്കെ. എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര രസമാണ്. നമ്മളിനി ഇവരുടെ ജിമ്മ് കാണിക്കാൻ വേണ്ടി പോവാണ്. ജിമ്മ്, വെൽനെസ്, യോഗ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇവിടെ ജിമ്മിനകത്ത് ഇവർക്ക് സ്പാ ട്രീറ്റ്മെൻറ്റും പരിപാടികളൊക്കെ ഉണ്ട്. സ്പാ സെഷനൊക്കെ ഉണ്ട്. അതായത് ആളുകൾക്ക് മസാജും അങ്ങനെയുള്ള പല തെറാപ്പിയൊക്കെ എടുക്കാം. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ ജിമ്മെന്ന് പറയുന്നത്. ഇവിടെ ഒരു ജിം ഇൻസ്ട്രക്ടർ ഉണ്ട്. പിന്നെ അത്യാവശ്യം കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ ഈ ജിമ്മ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആണ്, സ്റ്റുഡൻസിന് ഫ്രീ ആണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പൈസ കൊടുത്തെടുത്താൽ മതി. സോ യു ക്യാൻ സീ ഇവിടെ ആളുകളൊക്കെ ജിമ്മിൽ തകർക്കുന്നത് കാണാൻ സാധിക്കും. കൊള്ളാല്ലേ? ഇതെല്ലാം കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ, വേറെ പുറത്തേക്കൊന്നും പോകണ്ട. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ക്യാമ്പസിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തുള്ള ഇവരുടെ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലിലാണ്. സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയേഴ്സിന് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഹോസ്റ്റൽ അല്ലെങ്കിൽ ഇവർ തന്നെ യു ആർ ആക്ച്വലി അറേഞ്ചിങ് ദ ഹൗസ് ഔട്ട്സൈഡ് ഇഫ് ദ ഹോസ്റ്റൽ ഈസ് ഫുൾ, റൈറ്റ്? യു വിൽ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ ഔട്ട്സൈഡ്. ഇത് റെന്റിന് എടുത്തിട്ട് സ്റ്റുഡൻസിനെ പുറത്ത് താമസിപ്പിക്കും. അങ്ങനെയാണ്. സോ അതിൻ്റെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അങ്ങനത്തെ പരിപാടികളൊക്കെ കൊടുക്കും. സോ ഇവിടുത്തെ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ഹോസ്റ്റൽ ഇവിടെ നല്ല ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും ഹോസ്റ്റൽസൊക്കെ ഗേൾസും ബോയ്സും മിക്സഡ് ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഒരു റൂമിൽ 2 ആളുകളാണ് താമസിക്കുന്നത്. 2 ഷെയറിംഗ് ആണ്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പ് പോലെ ഇല്ലേ, ആ ഒരു സെറ്റപ്പ് പോലെയുണ്ട്. ഇതെല്ലാം ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അത്രയും വലിയ ക്യാമ്പസാണിത്. ആ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ hostel building. So it's actually close. It's nearby. Yeah. Nice to meet you. Come on. Thank you. Bye-bye. I'll follow you definitely. Yeah, thank you. And maybe I'll start my own YouTube. Go ahead. അപ്പോ നല്ല ക്യാമ്പസാണ് നിങ്ങളുടെ. അടിപൊളിയാ, ഇഷ്ടപ്പെട്ടു. ഈ ക്യാമ്പസിൽ ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ടാണോ നിങ്ങൾ അവിടെ പോയി താമസിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമില്ല അല്ലേ? ശരിക്കും ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ക്യാമ്പസ്. ശരിക്കും ക്യാമ്പസ് ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് നമുക്ക് കടലും കാണാം. സീ ഫേസിംഗ് ആണ്. ലൈബ്രറിയിൽ നിന്ന് കാണാം, ഇവിടെ വേണേൽ കാണാം. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ കരീബിയൻ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് കണ്ടത്, ശരിക്കും കാണാൻ സാധിച്ചത് താങ്കൾ ഒരാളെ പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. Thank you for taking time and visiting the campus. And thank you for hosting me again. Definitely.
യെസ്. അപ്പോൾ ഈ വണ്ടി എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ വണ്ടി കൊണ്ട് പോയിക്കോളാം. You take it if they allow you to. വിമാനത്തിൽ കയറ്റിക്കൊണ്ട്. You can take, not a problem. ഓക്കെ. Okay, signing അപ്പോൾ ശരി. അപ്പോൾ ബൈ. Signing off. Thank you so അപ്പോൾ much. ഞാൻ ഇനി ഈ വണ്ടിയും കൊണ്ട് ഞാൻ വേറൊരാളെ പിക്ക് ചെയ്തിട്ട് ദേ വിൽ ഡ്രോപ്പ് മീ ടു റിസോർട്ട്. ഞാൻ ഇന്ന് റിസോർട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ സിറ്റി കാണും അല്ലേ? അങ്ങനെയാണ് പരിപാടി, പ്ലാൻ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നാട്ടിൽ വരുമ്പോൾ വിളിക്കുക. Sure, definitely. ചൈനയിൽ പോകുമ്പോൾ തകർക്കുക. എനിക്ക് മെസ്സേജ് അയക്കണം, ഞാൻ പറയാം എവിടെയൊക്കെ പോകണം എന്നുള്ളത്. ഡോണ്ട് മിസ് സം പ്ലേസസ് ഇൻ ചൈന. അപ്പോൾ സായ്, താങ്ക് യു. ആ മാപ്പ് ഇട്ട് തരണം, കാരണം എനിക്ക് ഇപ്പോഴുള്ള വീട്ടിൽ പോകാനായിട്ട് അറിയത്തില്ലല്ലോ. എനിക്കൊരു ടീഷർട്ടൊക്കെ തന്നു. നിങ്ങൾ ഇവിടെ എല്ലാവരും വിജയ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? Vijay. വിജയകുമാറിന്റെ Vijay, shorter form of Vijay is Vijay. വിജയ് എന്ന് വിളിക്കും. 2 letters, Vijay. വിജയ്. ഇതുണ്ടോ AUA കോളേജ് ഓഫ് മെഡിസിൻ. താങ്ക് യു ഫോർ ദ ടീഷർട്ട്. ഇതൊരു അടിപൊളി ക്യാമ്പസ് ആട്ടോ ഇത്. ഉണ്ടല്ലേ, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റിഗ്വ. നമ്മൾ നേരത്തെ പോയ കോൺഫറൻസ് ഹാളിൻ്റെ എൻട്രൻസ് ആണ്. അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാം. സെറ്റാണ്. സോ ഞാനിപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട നമ്മുടെ ഷിൻസിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഞാനും ഷിൻസും കൂടെ ഞങ്ങളിനിയിപ്പോൾ ഇവരുടെ സെയിൻറ്റ് ജോൺസ് എന്ന് പറയുന്ന ആ ഒരു ഇവരുടെ സിറ്റി സെൻറ്റർ ഏരിയയിലേക്ക് പോകും. സിറ്റി സെൻറ്റർ ഏരിയ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. ഹലോ, പറയൂ. സുഖം തന്നെ? എന്താ ഞാൻ വണ്ടി കൈമാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവരുടെ ആ ഒരു സിറ്റി സെൻറ്റർ ഡൗൺ ടൗൺ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്കിനും സാധാരണ കരീബിയൻ രാജ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ മിക്കതും പഴയ കെട്ടിടങ്ങളൊക്കെയാണ്. ഇതാരെ ലാടവൈദ്യനാണോ? ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അത് ശരി. ആ വീഡിയോ ഒക്കെ തന്നെ പുള്ളി നൈസായിട്ട് അവിടെ നിന്ന് മാറി അങ്ങോട്ടേക്ക് പോയി. നമ്മളിവരുടെ ആ ഒരു സിറ്റി ഏരിയയിലെത്തി. സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും വളരെ ഇടുങ്ങിയ ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പാർക്കിങ്ങിലും ഉണ്ട്. അങ്ങനെ പോകണ്ടേ? അങ്ങനെ പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടു. അപ്പോൾ നമുക്കൊന്ന് ഇവരുടെ ആ ഒരു സിറ്റി ഏരിയ ഒക്കെ കാണാം. ഇവിടെയും ക്രൂസ് ഷിപ്പുകളൊക്കെ വരുന്ന സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ക്രൂസ് സ്പോട്ട് ഏരിയയിലാണ്. അതായത് ക്രൂസ് ഷിപ്പൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹിസ്റ്റോറിക് റെഡ് ക്ലിഫ് കീ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരുടെ ഒരു മോഡേൺ വേർഷൻ ഓഫ് ശരിക്കും അതായത് റിയൽ ആയിട്ടുള്ള നഗരത്തിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷൻ പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ ഐലൻഡിലുള്ള പല കെട്ടിടങ്ങളും തടി വെച്ചിട്ടാണ് പലതും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കസിനോ ഒക്കെ ഉണ്ടല്ലോ. ഈ നാട്ടിൽ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കും കസിനോയിൽ പോയിട്ട് കളിക്കാൻ സാധിക്കും, കാശ് കളയാൻ പറ്റും. പിന്നെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ സംഭവമുണ്ട്. ഇവിടെയൊക്കെ പല രാജ്യങ്ങളിലും ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ബാക്കിയുള്ള വാറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ മാത്രമാണ്. സോ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സംഭവം പല രാജ്യങ്ങളിലും ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റും കൂടിയാണ്. ഇത് പ്യുവർലി ഓഫ് സീസൺ ആണല്ലേ? അല്ലെങ്കിൽ ഒരു 2-3 ഷിപ്പെങ്കിലും വരേണ്ടതാണ്. ഇവിടെ ശരിക്കും അടുത്ത മാസം മുതലാണ് ഇനിയിപ്പോൾ ഈ ഒരു ഹറിക്കെയിൻ സീസൺ കഴിയുന്ന സമയം മുതലാണ് ഇവിടെയൊക്കെ ക്രൂസ് ഷിപ്പുകളുടെ ആ ഒരു സീസൺ ആരംഭിക്കുന്നത്. പിന്നെ ക്രൂസ് ഷിപ്പുകളും യോട്ടുകളും ബോട്ടുകളും ഒക്കെ ആയിട്ട് പിന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കരീബിയൻ രാജ്യങ്ങൾ മൊത്തത്തിൽ വേറെ ലെവലിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വരും. ശരിക്കും നമ്മുടെ അമേരിക്കയിൽ വിൻ്റർ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു തണുത്ത കാറ്റ് ഇവിടെ അടിക്കും അല്ലേ? കുളിരുള്ള സ്ഥലമല്ലേ? കുളിര് കിട്ടത്തില്ല ചെറിയ രീതിയിലൊക്കെ? നല്ല ഹരിക്കെയിൻ സീസൺ ആകുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല ശരിക്കും. അതായത് നമ്മുടെ എയർ സക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് ഇവിടെ നമുക്ക് വായു ചലനമേ ഇല്ലാതാവും. ഓക്കെ, ഓക്സിജൻ കിട്ടും, വായുചലനം ഇല്ലാതെയാകും. അങ്ങനെയാണ് ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുന്നതിന് കാരണം. അതിന് ശേഷം ഫോളോഡ് ബൈ ലൈറ്റ് ഷവേഴ്സ്, ചെറിയ പൊടിമഴ പെയ്യും. അത് കഴിഞ്ഞിട്ടാണ് കാറ്റ് വരുന്നത്. ഓക്കെ, ഞങ്ങൾ ഈ കഴിഞ്ഞ ഹരിക്കെയിൻ വന്ന സമയത്ത് വണ്ടി നമ്മളിപ്പം ഹരിക്കെയിൻ അല്ല അത് സത്യം പറഞ്ഞല്ലോ, ഇവിടുത്തെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് വണ്ടി നമ്മൾ വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെ പൊങ്ങുന്ന കഴിഞ്ഞാണ്. ശരി. അപ്പൊ ഹരിക്കെയിൻ എന്തായിരിക്കും അല്ലേ, പറന്നു പോവില്ല. പിന്നെ ഇവിടുത്തെ വിൻഡോസ് എല്ലാം ഒരു സ്ലാന്റിംഗ് ഷേപ്പിലല്ലേ, അതിന്റെ ഇടയ്ക്കൂടെ എയർ കയറുമ്പോൾ ഒരു സിനിമയിലൊക്കെ വരുന്ന ശബ്ദം. ഈ ബിൽഡിംഗ് ഒക്കെ ഉള്ള അവിടെ നല്ല കളർഫുൾ ബിൽഡിങ്ങുകളാണ്. ഇത് ഡോക്ടർ തോമസ് കോക്ക്, ഫാദർ ഓഫ് ദ മെത്തഡിസ്റ്റ് മിഷണറി സൊസൈറ്റി, ലാൻഡഡ് ഹിയർ ഓൺ December 25th, 1786. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണിത്. എക്സോട്ടിക് ആൻറ്റിഗ്വ ഡ്യൂട്ടി ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന ഫോറിനേഴ്സിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ മറ്റേ പോർട്ട് ഏരിയ ആണല്ലോ. ഈ ക്രൂസ് ഷിപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം രാജ്യത്തും ഉണ്ടാവും. പലതും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഏരിയാസും അങ്ങനെയുള്ള പല സംഭവങ്ങളും ആയിരിക്കും.
അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് പല സംഭവങ്ങളും വാങ്ങിക്കാൻ പറ്റും. പൊതുവേ സിറ്റിയിൽ ഉള്ളതിലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില സാധനങ്ങളൊക്കെ. പക്ഷേ എന്നാലും ക്രൂസ് ഷിപ്പിൽ വരുന്നവർക്ക് ഇവിടെ വളരെ ആക്സസിബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ആൻറ്റിഗ്വ ബർബുഡയുടെ ബെല്ല് വാങ്ങിച്ചു കേസ്. നോക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബെല്ലാണ്. ഞാൻ ഇതുവരെ വാങ്ങിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബെല്ലാണിത്. ഇതിനകത്ത് ഇവരുടെ കോട്ടോ ഫാംസ് ഉണ്ട്, പിന്നെ ഇവരുടെ മാപ്പുണ്ട്, പിന്നെ ഇവരുടെ ഫ്ലാഗ് ഉണ്ട്. ഈ 3 സാധനങ്ങളുമുള്ള ഒരു കിഡ്ലം ബെല്ല്, പിന്നെ കുറച്ച് സൂവനീറുകളും വാങ്ങിച്ചു. ഇത് ബ്യൂട്ടിഫുൾ കരീബിയൻ, ഇതിനകത്ത് എല്ലാ കരീബിയൻ രാജ്യങ്ങളും ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാപ്പുണ്ട് ഇതിൽ. പിന്നെ ഇത് ആൻറ്റിഗ്വ വെസ്റ്റ് ഇൻഡീസ് എന്ന് എഴുതിയിട്ടുണ്ട്, ആൻറ്റിഗ്വ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇവരുടെ കോട്ടോ ഫാംസും മാപ്പും പിന്നെ ഇവരുടെ ഫ്ലാഗും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവരുടെ യഥാർത്ഥ സിറ്റി ഏരിയ കാണാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ കണ്ടത് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. സോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്കിത് റിയൽ സിറ്റി ഫേസ് കാണാം. കാരണം പഴയ ബിൽഡിങ്ങുകളാണ് എല്ലാം കാണുന്നത്, പലതും മെയിൻറ്റൈൻഡ് അല്ല. ഇവിടെ മൊത്തം കഞ്ചാവിൻ്റെ മണമാണ് ഗൈസ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. നമ്മൾ ഇത്രയും നേരം കണ്ട പോലത്തെ ഒരു ഫേസേ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് റെസ്റ്റോറൻ്റ് ആണല്ലോ, പൊട്ടറ്റോ സലാഡ്, റൈസ്, വെജിറ്റബിൾസ്, സാധാരണ റെസ്റ്റോറൻ്റാണ്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കുറച്ച് വൃത്തിക്കുറവൊക്കെ പല സ്ഥലത്തും നമുക്ക് ഫീൽ ചെയ്യും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കാണാം. ഇതൊരു പബ്ലിക് ബാത്റൂം, ബാറ്, സൂപ്പർ മാർക്കറ്റ് ഇവിടെയുണ്ട് കേട്ടോ. സിറ്റിയുടെ നടുക്കും പല സ്ഥലത്തും ചെറുതും വലുതുമായിട്ടുള്ള കസീനോകളും ഉണ്ട്. കസീനോ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് കാണുന്ന പോലെ ഒരു റിച്ച് സംഭവങ്ങളൊന്നും അല്ലല്ലോ, എല്ലാം ചെറിയ സെറ്റപ്പുകളായിരിക്കും അല്ലേ? ചെറിയ സെറ്റപ്പുകൾ. അതായത് ഇവര് ഒരു ദിവസം പണിയെടുത്ത് $50 ഉണ്ടാക്കി അതെങ്ങനെ ചെലവാക്കണം, അതിനുള്ള എല്ലാ വകുപ്പും ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇവരുടെ രാഷ്ട്രപിതാവായിട്ടുള്ള VC ബേർഡിൻ്റെ ഒരു പ്രതിമ നമുക്ക് ഇവിടെ കാണാം. VC ബേർഡ് സ്റ്റാച്യു ഉള്ള ഒരു സ്ഥലം. ഇതിവിടുത്തെ പബ്ലിക് മീറ്റ് മാർക്കറ്റ്, അതായത് മീറ്റ് മാത്രം ഉള്ള മാർക്കറ്റ്. അത് വെജിറ്റബിൾസ് ആയിരിക്കും അല്ലേ? മാർക്കറ്റിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നമുക്കിവിടെ ഒരു ബസ് സ്റ്റേഷൻ കാണാം. ഇതാണ് ബസ് സ്റ്റാൻഡ്. കൂടുതലും മറ്റേ ഇതുപോലത്തെ വാനുകളും പിന്നെ ചെറിയ വെൽഫെയർ പോലത്തെ വണ്ടിയൊക്കെയാണ് നമുക്കിവിടെ ടാക്സി ആയിട്ട് ഓടുന്നതും ബസ്സായിട്ട് ഓടുന്നതൊക്കെ. ഇവിടുത്തെ പബ്ലിക് മാർക്കറ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. മാർക്കറ്റിൻ്റെ മുമ്പിൽ നമുക്ക് ഇതുപോലെയുള്ള ചെറുകിട കച്ചവടക്കാരും, അകത്ത് കയറുമ്പോഴത്തേക്കിനും അതും സാധാരണ കച്ചവടക്കാരൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഏരിയ. ഇത് സാറ്റർഡേ ആണ് ഇവിടെ തിരക്കും മറ്റുമൊക്കെ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വന്ന ദിവസം സാറ്റർഡേ അല്ലാത്തതുകൊണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, സാധാരണ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കളർഫുൾ കെട്ടിടം തന്നെയാണ്, ഒരു പഴയ കെട്ടിടം, കളർഫുൾ കെട്ടിടം. ഈ പറഞ്ഞ പോലെ കാറ്റ് 4 ഭാഗത്തും കയറുന്ന രീതിയിൽ നല്ല രസകരമായിട്ട് വെച്ചിരിക്കുന്നു. ക്ലീനാണ്, നീറ്റാണ്. just like yesterday. I was the same yesterday too. ശരി, നിങ്ങളുടെ ഫ്രണ്ടാ? ശരി. ചെറിയ രാജ്യമായതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഇവരപ്പോൾ കരിക്ക് കുപ്പിയിലെടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന. ഞാൻ വിളിക്കാം, എൻ്റെ ചില്ലറയുണ്ട് ബ്രോ. എത്ര ഇവർക്ക്? 10, right? 10. Yeah, thank you. 10 for 1. 10 for 1? Okay, 20. Thank you. Yeah. ഇത് കരിക്ക ഇത് കുപ്പിയിലാക്കി വെക്കുന്ന വെട്ടി കുപ്പിക്കകത്ത് കിട്ടും. അതുള്ളല്ലോ. ഇത് മധുരമുണ്ട്, ഗ്യാസും ഉണ്ട്. കൊള്ളാം. ഇവിടെ ശരിക്കും നമുക്കൊരു കരീബിയൻ വൈബൊക്കെ കിട്ടുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ആ കരീബിയൻ വൈബ് കിട്ടത്തില്ലായിരുന്നു. കുറച്ചുകൂടെ മോഡേൺ ആയി പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ആ ഒരു ടിപ്പിക്കൽ സെറ്റിലാണ് കരീബിയൻ വൈബ് കൂടുതൽ കിട്ടുന്നത്. പോർട്ടറിക്ക പോയപ്പോഴത്തേക്കിനും അമേരിക്ക പോലെ ലിറ്ററലി കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയില്ലേ? അതെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. നാട്ടിൽ വരുമ്പോൾ വിളിക്കാം ഉറപ്പായിട്ടും. സുജിത്തിൻ്റെ എല്ലാ ജേർണിക്ക് എല്ലാ ഭാവങ്ങളും. സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നെ ഇവിടെ ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്ന റിസോർട്ടിൽ കൊണ്ടുവിട്ടു. റോയൽട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടാണ്. ഞാൻ ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. നേരത്തെയാണ് അവരിപ്പോൾ എനിക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ബീച്ചൊക്കെ ഉണ്ടാവല്ലോ ചുറ്റിപ്പറ്റി കാണാം. എൻട്രൻസിൽ ഇങ്ങോട്ട് കയറി വരാൻ തന്നെ ഒരു കിലോമീറ്ററാണ്. എങ്ങനെ പുറത്തിറങ്ങി പോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. ലാൻഡ് ഓഫ് സീ ആൻഡ് സൺ അതാണ് ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ അല്ലേ? ലാൻഡ് ഓഫ് സീ ആൻഡ് സൺ. എന്തായാലും ഓരോരോ രാജ്യങ്ങളിങ്ങനെ ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇല്ല വണ്ടിക്കകത്തുനിന്നല്ല എടുത്തു. അപ്പോൾ സിയോ നാട്ടിൽ വരുമ്പോൾ വിളിക്കാം. ഓക്കെ, യെസ്, ബൈ.